നമ്മളെ വീടിന്റെ അടുത്ത് ഗംഭീര പണിയാണ് നടക്കണേ. ബാക്കില് നീ റോഡൊന്നും ഉണ്ടാവൂല. റോഡൊക്കെ നന്നായി കിട്ടിയാ മതി മക്കളെ. എവിടെ കണ്ട കാര്യമായിട്ടുള്ള കിടിലൻ പണിയാ. ഇങ്ങനെയും പണി നടക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പൊ ഉള്ളത്. ഇനി ഈ റോഡ് ഞാൻ ഇവിടെ ചാടിക്കടി ഇരിക്കുമ്പോ ഇവിടെ കുഴിയായിരിക്കും. നീ കുഴിയൊക്കെ എന്നാ നികത്താന്ന് ദൈവത്തിന് അറിയാം. ഈ റോഡ് മൊത്തത്തിൽ കൊളാവാൻ പോവാ. ഇതാണ്ടോ ഇവിടെ മുന്നിൽ കാണുന്ന എന്റെ പൊന്നു മക്കളെ, എന്റെ മക്കളെ കുഴി വന്നാണ്ടോ കണ്ടോ. ഇവിടെ കണ്ട ഗംഭീര കുഴിയാ കുഴിച്ചോണ്ടിരിക്കുന്നത്. കിൻഡല് എന്ന് പറഞ്ഞാൽ കിൻഡലാച്ചി കുഴിയാ. കണ്ടോ ആഴം കണ്ടോ. ഇതിനി മണ്ണിട്ട് മൂടുക ചെയ്യാൻ പറഞ്ഞു. പിന്നെ പക്ഷെ ഈ റോഡില്ലേ, റോഡ് മൊത്തത്തിൽ പോയിപ്പോ ഇന്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റോഡിന്റെ മുട്ടുന്ന വീഡിയോ എടുക്കല് മൊത്തം. ആ സംഭവം ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ കൊളാവും. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്, എന്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ അതേപോലെ ഇവിടേക്ക് പോണ ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിമുട്ട്. ഈ റോട്ടിൽ കൂടെ പോണേ ഞങ്ങളെ നാട്ടുകാരനല്ലേ ഉള്ളൂ, ഞങ്ങളെ വീട്ടുകാരും നാട്ടുകാരും തന്നെയല്ലേ ഇവിടുന്ന് പോണുള്ളൂ. ഓർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകാൻ പോവാണ് ഈ റോഡ് പോവുക. ഈ റോഡ് പോയി എന്നാണ് അവോ റെഡി ആവാൻ പോണേ ദൈവത്തിന് അറിയാം. എന്തൊക്കെ പറഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ, ഇവിടെ റോഡ് പോവാടാ. അവിടെ റോഡൊക്കെ പൊളിഞ്ഞു പോവാൻ പോവാണ്. അവിടെയൊക്കെ കുഴി വരാൻ പോവുക, പെരിയ കുഴി. ഈശ്വര, ഈ റോഡ് നീ കാണാൻ പറ്റില്ല. രണ്ട് നടത്തങ്ങൾ നടക്കണേ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് രണ്ട് നടത്തൊക്കെ നടന്ന്. എന്റെ പൊന്നെ ഈ റോഡ് പോയാടാ, ഈ റോഡ് പോവാടാ. ഇനി ഞാൻ വരുമ്പോ ഈ റോഡ് ഉണ്ടാവൂല, ഈ റോഡ് പോയിണ്ടാവും. ഷൂട്ടിന് പോയി വരുമ്പോ റോഡ് മൊത്തത്തില് പൊളിച്ചെടുത്തിണ്ടാവും. ഇല്ലാച്ചാ റോഡ് പോവാൻ പോവല്ലേ, വൈകുന്നേരം ആകുമ്പോ ശരിയാവും. പക്ഷേ അല്ല, പൈപ്പ് ഇടുകയാണെങ്കിലും റോഡ് പോയില്ലേ. റെഡിയാക്കി തരൂ. നമ്മളെ നാട്ടിലെ പഞ്ചായത്ത് എന്താ അറിയില്ല, ആ സംഭവം ആക്റ്റീവ് ഒക്കെ തന്നെയാ. പക്ഷെ കുറച്ചായി അവിടെയൊക്കെ പണി കഴിഞ്ഞിട്ട് റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ചളിയാണ്, കുഴിയാണ്, ആകെ അബദ്ധാണ്. രാവിലെ തിരുവമ്പാടി നിന്ന് ഇറങ്ങി ഇപ്പം വരുമ്പോ തിരുവമ്പാടിയിലാണ് ചളിയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നത്. ആണോ? അതെ, തിരുവമ്പാടി ഇതിൽ നല്ല രീതിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെ നാട്ടുകാരൊന്നും ആരും മോശമല്ല. പക്ഷെ ഈ റോഡ് പാടി പൊന്നെ ഇത് റോഡ് പോവും എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഒരു വിഷമയ്ക്ക് നല്ലോണം ഉണ്ട്. ഞങ്ങള് പറഞ്ഞതാ കുഴിക്കുന്ന കുഴി കണ്ടില്ലേ, ഭായിമാര് വന്ന് പണിയെടുത്ത് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. പോയി മക്കളെ, ഇത് കൺഫേമാ. എന്തായാലും നോക്കുക, ഇന്ന് വൈകുന്നേരം വരുമ്പോക്ക് വിഷമാവും. ഏകദേശം ഒരാൾക്കാളൊന്നുമില്ല, ഒരാൾ അരക്കാളുണ്ട് ഏകദേശം. നോക്കണ്ട അവിടെ കുഴിയുണ്ടോ, എന്ത് വലിപ്പറിയോ. ഇത്രയും വലിയ കുഴിയാണ് കുഴിച്ചത്. അപ്പോൾ ഇതിനി മൂടുക എന്ന് പറഞ്ഞാൽ മൂടി കഴിഞ്ഞാലും ഇതെന്താ സംഭവിക്കാറോ, മൂടിക്കഴിഞ്ഞാൽ ഒരു വരമ്പായി മാറും. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇങ്ങനെ വരമ്പുകളായിട്ടാണ് മാറുന്നത്. ഇതാണ് വിഷയം. ഇത് നമ്മളെ ചെത്തേണ്ടി വരും, എന്നിട്ട് റെഡിയാക്കേണ്ടി വരും. അതാ പ്രശ്നം. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെയുള്ള വരമ്പുകളായിട്ടാണ് ഇവിടെ പണിയുന്നത്. അതായത് ഓരോ സ്ഥലത്തും ഹമ്പ് പോലെ നമുക്ക് തോന്നാണ്ടോ. ഇവിടെ നിങ്ങൾ ഇന്നലെ ഒരാൾ വീഴാൻ പോയി. ഇവിടെ ഒരു ഹമ്പ്, അങ്ങനെ ഹമ്പായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹമ്പാണ് പ്രശ്നം. മാറ്റി തരണം അല്ലേ, റോഡ് ഇങ്ങനെ മാറ്റി അതേപോലെ ഒന്ന് ലെവലാക്കി തരണ്ടേ. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഹമ്പ് പോലെ ഉണ്ട്. കുറേ വീടിൻ്റെ മുന്നിൽ ഓർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് റോഡ് പണി പെട്ടെന്ന് തീർന്നാൽ മതി. ഇനി പൈപ്പ് ലൈൻ്റെ പണി കഴിഞ്ഞാൽ ഇവിടെ അത്രയേ ഉള്ളൂ. പൈപ്പ് ലൈൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ഇത് ഇട്ടേച്ച് പോയി കഴിഞ്ഞാലാണ് പണി കിട്ടുക. ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഗംഭീരാവും. എന്നാലും ഇപ്പോൾ പൈപ്പ് ലൈൻ്റെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അത്രയും അത്യാവശ്യം വലിപ്പമുള്ള കുഴി തന്നെയാണ് കേട്ടോ. ഇത് കുഴിച്ച് ഇതിന് മണ്ണ് ഇങ്ങോട്ട് എടുത്ത് നീക്കിടും. ഇതാണ്. അപ്പോൾ ഈ വരമ്പ് ഇപ്പുറത്തെ സൈഡിലേക്കാവും. വരമ്പുകളും ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസാണ് ഇവിടെ നടന്നത് കേട്ടോ. പക്ഷേ റെഡി ആവണം, അല്ലേ റോഡ് ഫുള്ള് സീനാവും. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവസ്ഥ. കണ്ടോ, അമ്മമ്മോടെ കാര്യമായിട്ടുള്ള പണിയിലാണ്. പപ്പടമൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇവിടെ എണീറ്റേ ഉള്ളൂ, ബാക്കി വിശേഷമൊക്കെ പറഞ്ഞുതരാം. ഇന്ന് കുറേ നേരം ഇവിടെ തന്നെ ആയിരിക്കും. അമ്മച്ചൻ്റെ അടുത്തേക്ക് വിചാരിക്കുന്നു. അമ്മച്ചൻ ഓരോ പണിത്തിരക്കിലാണ് ഇന്ന് ഫുള്ള്. രാവിലെ തന്നെ വിറക് കയറല എന്തൊക്കെയാ. ഇനി ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. വയസ്സ് ഡിസ്കഷൻ ഉണ്ട്. കപ്പയും പപ്പടമൊക്കെ, വർത്താനം തള്ളൊക്കെ ഉണ്ട്. ഫുഡ് അടിയിലാട്ടല്ലോ. അതാണ് ഇന്നത്തെ ഭാഷ. ഗൈസ്, പെട്ടെന്നാണ് ഫുഡും കാര്യങ്ങളും റെഡി ആയി എന്ന് പറഞ്ഞാൽ. ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും കഴിക്കുകയാണ് കാര്യമായിട്ട്. കണ്ടോ, അമ്മ കഴിക്കുന്നുണ്ട്. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്.
അമ്മമ്മയാണെങ്കിൽ അതീവ ആസ്വാദനം കഴിഞ്ഞു പോയ ഒരാളാണ് ഇത് ആടെ പോണേ. ഫസ്റ്റ് തന്നെ അടിച്ച റൗണ്ട്. ഇനി ഇത് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചോറും ഉപ്പേരിയും വായിലാലക്കും നല്ല രസമുണ്ട്. വാങ്ങാൻ കഴിക്കാം, വീട്ടിലുണ്ടാക്കുമ്പോൾ വാങ്ങേണ്ട കഴിക്കാം അല്ലേ. ഫുഡ് ബ്ലോഗ് ആയി പോകണ്ടോന്ന് സംശയം. ഐസ് റോഡ് ഈസ് സൂപ്പർ. ബ്ലാസ്റ്റിക് നോക്കി, മണ്ണുട്ട റോഡിൻ്റെ വഴികൾ. ഈ റോഡിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കി ഒരു സൈഡ് കണ്ടോ, കൂനകളിലെ ചളി. റോഡിൻ്റെ അവസ്ഥ ദാരിദ്ര്യാവസ്ഥ. വലിയ കുഴികൾ, ഗർത്തങ്ങൾ. ഒരു സൈഡ് കണ്ടോ അങ്ങനെയായിട്ട് കുഴിച്ചാ അവരുടെ വീട്ടിലേക്ക് കയറാൻ വണ്ടി പോലും കയറില്ല അവസ്ഥയായിട്ട്. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. കാലായിട്ട് വിളിച്ചു ഉള്ളു ചളിയാണ്. ഇനി കുറച്ച് ചളി വ്ളോഗ് കാണാം നിങ്ങൾക്ക്. ചളി വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ കമന്റ് ബോക്സിൽ പറയൂ, ഓൾറെഡി ഉള്ള സാധനമല്ലേ നിങ്ങളെ പേജിൽ ഉള്ളു ചളിയല്ലേ എന്ന് പറയൂ. ആ ക്യാടോ അങ്ങനെയൊക്കെ തന്നെയാ. ഗൈസ് റോഡ് പണി ഇപ്പൊ കഴിഞ്ഞ ഏകദേശം. ഇവിടെ ഇപ്പൊ ഇതാണ് അവസ്ഥ. എന്തായാലും റോഡിന്റെ പണി നമ്മളെ ഭായിമാർ ഗംഭീരാക്കി എടുക്കുന്നുണ്ട്. ഒരു പണീനോട് ഞാൻ റെസ്പെക്ട് ചെയ്യും, പണീനോട് ഒരു മോശവും പറയാൻ പറ്റില്ല. പക്ഷെ റോഡ് മോശമായിട്ടുണ്ട്, അതൊക്കെ പറയാനുള്ളൂ. റോഡ് നന്നാക്കിയാൽ മതി, റോഡ് നന്നാക്കിയാൽ പക്ക ആയിക്കോളൂ. അങ്ങനെ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇതൊക്കെ ഫുള്ള് ചളി. നോക്കി മക്കളെ, എൻ്റെ പൊന്നു മക്കളെ നോക്കി, എൻ്റെ റോഡ് കിടക്കുന്ന കണ്ടോ. ഇല്ല ആകാശേ, റോഡ് അബദ്ധമായില്ലേ? നോക്കി വന്നാൽ എൻ്റെ വീട്ടിലെത്താൻ. അത് ശരിയാട്ടോ. ഇത് നോക്കിയേ, പണിയായി നടക്കുന്ന അതിലെ വിട്ടാൽ മതി. എൻ്റെ റോഡിലേക്കുള്ള വഴിയാ, വീട്ടിലേക്കുള്ള വഴിയാ, റോഡിലേക്കുള്ള വഴി.